ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു പലഹാരം. ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായിയിലേക്ക് അരക്കപ്പ് എള്ളിട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. പാത്രം നല്ലപോലെ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ എള്ള് പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ലപോലെ ഇളക്കി കൊടുത്ത് ഓരോന്ന് പൊട്ടി വരും. അങ്ങനെ മുഴുവനായി പൊട്ടുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാത്രത്തിൽ തന്നെ അരക്കപ്പ് നിലക്കടല ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അതും മീഡിയം ഫ്ലെയിമിൽ, ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. കടല മൂത്ത് കിട്ടും. കടല ഇതുപോലെ ഓരോന്നായിട്ട് പൊട്ടി തുടങ്ങും. കടല ഓരോന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇതൊരു കടലയെടുത്ത് ഇതിൻ്റെ തൊലിയൊന്ന് അമർത്ത് നോക്കുമ്പോൾ തൊലി ഊരി വരും. ആ പാകത്തിൽ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇത് പാത്രത്തിൽ നിന്ന് മാറ്റി അതേ പാത്രത്തിലേക്ക് തന്നെ ശർക്കരപ്പൊടിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. കല്ലില്ലാത്ത നല്ല ശർക്കരപ്പൊടിയാണിത്. 3/4 കപ്പ് ശർക്കരപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിനി ഒന്ന് മെൽറ്റായി വരണം. കല്ലുള്ള ശർക്കരയാണെങ്കിൽ പാനിയാക്കി എടുത്ത് അരിച്ച് ഒഴിക്കണം. ഇത് ഒന്ന് മെൽറ്റായി വന്നാൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നിലക്കടല തൊലിയെല്ലാം കളഞ്ഞ് മിക്സി ജാറിലേക്ക് ഇട്ട് 2 ഏലക്കായി ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. തരിതരിയായി പൊടിച്ചെടുത്താൽ മതി. ഇനി ഈ പാകത്തിൽ ഇതിലേക്ക് വറുത്ത് വെച്ച എള്ള് ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പം തന്നെ ഇതിലേക്ക് എള്ളിട്ട് കൊടുക്കാം. ഇനി നിലക്കടല ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത്, നെയ്യ് ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു മണവും നല്ല ടേസ്റ്റും ഉരുട്ടിയെടുക്കാൻ കുറച്ച് എളുപ്പം ഉണ്ടാവും. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ യോജിപ്പിച്ച് തണുത്ത ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളിയായിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് എണ്ണയും കൂടെ തടവി കൊടുത്താൽ കയ്യിൽ ഒട്ടിപ്പിടിക്കൂല. ഇനി എത്ര വലുപ്പത്തിൽ വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കാം. നല്ല ചൂട്, കുറച്ച് തണുത്ത ശേഷം ചെറിയ ചെറിയ ഉരുളിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മുടെ നല്ല എള്ളുണ്ട റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. എള്ളുണ്ട എല്ലാ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെയുള്ള പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിൽ നല്ലപോലെ ഇഷ്ടപ്പെടും. നല്ല വൈകുന്നേരം ചായേൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.